ഹായ് ഗൈസ്, ദിസ് ഇസ് ആശിഷ്. ദിസ് ഇസ് അവിനാഷ്. ഞാനിപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ബാക്ക് ടു ദി ചാനൽ. കുറേ വീഡിയോസിലൊന്നും ഇവരെ കണ്ടില്ലല്ലോ. സാധാരണ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് എല്ലാ വീഡിയോസും ചെയ്യാന്ന് പ്ലാൻ ചെയ്തത്. അപ്പം ഇവന് പനിയായിട്ട് കുറച്ചാൾ വയ്യാണ്ടിരിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് നാട്ടിൽ പോയി നാട്ടിന് കിട്ടിയ പനിയാണ്. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ ഇനിയും വിട്ട് കഴിഞ്ഞാൽ കിട്ടൂല. അതുകൊണ്ട് ഞാൻ പിന്നെ പിടിച്ചു വലിച്ചിരുത്തി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റിയാക്ഷൻ വീഡിയോ ആണ്. അവതാർ 3 ഫയർ ആൻഡ് ഡാഷ്. ഇതിന് മുമ്പ് ഇറങ്ങിയത് എനിക്ക് ലാസ്റ്റ് 2 years ബാക്ക് അല്ലേ? 2 years back, 2 or 3 years back വേ ഓഫ് വാട്ടർ ഇറങ്ങി. അതിന് മുമ്പ് 10 years ബാക്ക് അവതാർ 1 ഇറങ്ങി. അവതാർ 1 നമ്മുടെ വിയറ്റ്നാം കോളനി, അത് തന്നെ സെയിം കഥ. പിന്നെ സോ 1 കഴിഞ്ഞ് 2ലേക്ക് ഓൾമോസ്റ്റ് ഒരു 10 years ജേർണി ഉണ്ടായിരുന്നു തോന്നുന്നു. ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് ടൈം എടുത്തു. വി നോ വാട്ട് അവതാർ ഈസ്, വി നോ. സോ നമുക്ക് അതിന്റെ റിയാക്ഷനിലേക്ക് പോവാം. അതിനൊന്നും കണ്ടില്ല. ഓൾ ഓഫ് ഡയറക്റ്റഡ് ബൈ ജെയിംസ് കാമറോൺ ആണ്. സെയിം ഡയറക്ടർ, സെയിം ആക്ടർ ഒക്കെ എല്ലാം സെയിം ആണ് തോന്നുന്നു. സെയിം ആയിരിക്കും. കാരണം ലാസ്റ്റ് പാർട്ടിൽ കൊണ്ട് നിർത്തിയേക്കുന്നതിന് കണ്ടിന്യൂഷൻ ആയിരിക്കും, ഐ ഗസ്. സോ ലെറ്റ്സ് സീ, ലെറ്റ്സ് റിയാക്ട്. സൗണ്ട് ഒക്കെ എല്ലാം ഓക്കെ. ഈ സാധനത്തിന് ഒരു വിടാറായി. പിള്ളേർ വലുതായില്ലേ? അതെ. വേ ഓഫ് വാട്ടറിനകത്തെ സീൻസ് പിള്ളേരല്ലേ? അതെ. The strength of the ancestors is here. മൊത്തം പിള്ളേരല്ലേ? അവരില്ലേ? ഇവനേതാ? ഈ ഓടുമാൻ ഔട്ട് പോലെ എല്ലാം അവനെ മാത്രം CGI ചെയ്യാൻ മറന്നാണ്. അല്ല, മറ്റേനകത്ത് ഇതെന്താ? കമ്മലല്ല, മൂക്കുത്തി ആയിരിക്കും. താഴെയല്ലേ, വേറെ കഴിഞ്ഞ പാട്ടിനകത്ത് എനിക്കൊന്ന് ഇവരുടെ പേരൻസ് മരിക്കുന്നതായിട്ടുണ്ടോ? ഞാൻ ഓർക്കുന്നില്ല. തിയേറ്ററിൽ പോയി കണ്ടാണ്. പക്ഷെ പേരൻസ് മരിക്കുന്നതായിട്ട്, ആരൊരാൾ മരിക്കുന്നതായിട്ടാ എന്തോ ആണെന്ന് തോന്നുന്നു. അവൻ മരിക്കും, എന്നിട്ട് അവനെ തിരിച്ചു കൊണ്ടുവരുന്നതായിട്ടല്ലേ? ഗ്രാഫിക്സ് live like this, baby, in hate. ദിസ് ഡിസംബർ ആണ്. If there is something you can do, then you must do it. ഇവൻ മരിച്ചില്ലേ? The children. No, Spider. And we will find another way. അതൊക്കെ മോനാ? എനിക്കറിയത്തില്ല. അത് മോനല്ല, പക്ഷെ അവന് വളർത്തുന്നതായിട്ട്. Your അതെ has no dominion here. ജെയിംസ് കാമറോൺ, ഡിസംബർ 19. പക്ഷെ എന്താ അറിയോ അതിനകത്ത് മറ്റേ ആ മാസ്ക് ഇട്ട് നടക്കുന്ന പയ്യനേതാ? അത് മറ്റേനകത്തുണ്ട്. അങ്ങനെയൊക്കെ ശരിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. മോനല്ല, പക്ഷെ ഇവൻ വളർത്തുന്നതായിട്ടാ. മോനല്ല,
മക്കളായിട്ട് എത്ര 3 പേരെങ്ങാണ്ടല്ലേ, അതിനകത്ത് ഒരാൾ മരിക്കും. അല്ല, പക്ഷെ ഇത്ര ലൈറ്റ് ഇയേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് അവർ അവിടെ വരുന്നത് അല്ലേ? എന്തോ എത്രയോ ലൈറ്റ് ഇയേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ്, എത്രയോ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അവര് ഈ പ്ലാനറ്റിലേക്ക് എത്തുന്നത്. അവസാനം കാണിക്കുന്ന ഇവരെയൊക്കെ കയറ്റി അയച്ചതായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അവര് വീണ്ടും എർത്തുന്ന വരെ എത്ര വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവില്ലേ? അപ്പൊ ഇത് എപ്പോ നടക്കുന്ന കഥ? ലൈറ്റ് ഇയേഴ്സ് ട്രാവൽ ചെയ്ത് അതിന് അത്രയ്ക്ക് സ്പീഡിൽ പോകുന്ന ടൈപ്പ് എന്തെങ്കിലും ഇതായിരിക്കും ആ സംതിങ്. എന്തായാലും പക്ഷെ എനിക്ക് തോന്നിയൊരു സംഭവം, ഇതിപ്പോ നമ്മൾ കാണാൻ പോകുമ്പോൾ സെക്കൻഡ് പാർട്ട് കണ്ടിട്ട് പോകണം, അല്ലെങ്കിൽ ഫസ്റ്റും സെക്കൻഡും കണ്ടിട്ട് പോകണം എപ്പോഴും. ഇപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു പ്രീക്വലായിട്ട് ഇറങ്ങുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സീക്വലായിട്ട് ഇറങ്ങുന്ന ഒരു മൂവീസ് കാണാൻ പോകുന്നതിന് മുമ്പ് അതിന് മുമ്പത്തെ മൂവീസും കണ്ടിട്ട് പോവാ. കാരണം എന്നാലും ഒരു ഐഡിയ കിട്ടുള്ളൂ. എന്തെങ്കിലും കണക്ഷൻ വരും എന്തെങ്കിലും. പിന്നീട് ഇപ്പൊ നമ്മൾ ഇരുന്ന പോലെ കുന്തം വിഴിഞ്ഞ പോലെ ഇരിക്കേണ്ടി വരും. ഇപ്പൊ മാർവലിന്റെ സിനിമ സംഭവം ഞങ്ങൾ 1 ഉം 2 ഉം കണ്ടതാ, പക്ഷെ അത്രയും നാളായതുകൊണ്ട് ഒന്നും ഓർക്കുന്നില്ല. 2022 ഇറങ്ങിയത്. പക്ഷെ എനിക്ക് എല്ലാം ടിപ്പിക്കൽ ആയിട്ട് തോന്നുന്നു. സെയിം ആണ്. വ്യത്യാസം സെക്കൻഡിനകത്ത് വാട്ടർ വന്നു, വാട്ടർ കളിയാണ്. പക്ഷെ ഈ ട്രെയിലറിനകത്തും പകുതിയോളം വാട്ടർ ഉണ്ട്, പിന്നെ ഫയർ മറ്റേ ഇതൊക്കെ ചാടി വരുന്നു. കുറച്ച് അടിപൊളി ഷോർട്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഈ വെള്ളത്തിൽ കൂടെ ചാടി വരുന്നു, മറ്റേ കമ്പൽ തൂക്കിയിട്ടേക്കുന്ന സാധനം. നമ്മള് ഇവിടെ തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും. ബിക്കോസ് വെറൈറ്റി അല്ലേ. പക്ഷെ ഇത് സമയത്ത് നല്ല ഹൈപ്പായിരുന്നു. 10 years ബാക്ക് ആ ഒരു സമയത്ത് ആ കണ്ടിന്യൂറ്റി വെച്ചിട്ട് 2ഉം 3ഉം 4ഉം ഇറക്കുമായിരുന്നെങ്കിൽ നല്ലോണം റീച്ച് ആയിരുന്നു. ഇപ്പൊ ഓൾറെഡി കുറെ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ആനിമേഷനിൽ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്, കുറെ സാധനങ്ങൾ ഇതാക്കുന്നുണ്ട്. ജെയിംസ് കാമറോന്റേതാണ് ടൈറ്റാനിക്, ടെർമിനേറ്റർ, അത് നമുക്കറിയാം. പിന്നെ ഏലിയൻസ് ഒക്കെ 1986 ഇറങ്ങിയത്. അലീറ്റ, ബാറ്റിൽ ഏഞ്ചല്, അത് നൈസാണ്. ടെർമിനേറ്റർ എത്ര എണ്ണം. പിരാന 2 എനിക്കൊന്ന് പിരാന 1ഉം പോയിന്റ് ബ്രേക്ക് ഇവന്റെ അല്ല, കിയാനു റീവ്സിന്റെ. ഏലിയൻസ് ഓഫ് ദ ഡീപ് സീ, റാംബോ കുറെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്താ ആ ഒരു വെറൈറ്റി ഉണ്ടാവും കേട്ടോ, എന്തെങ്കിലും വെറൈറ്റി ഉണ്ട്, അതാ പറഞ്ഞത്. പക്ഷെ ഇതെന്താ അറിയോ, എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇവരെല്ലാരും ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു പ്ലാനറ്റ് കണ്ടുകൊണ്ട് തിരിച്ച് എർത്തിലേക്ക് വന്നിട്ട് എർത്തിലിട്ട് അടിക്കുന്നത്. ആ സമയത്ത് നമുക്കത് കാണാൻ ഒരു കുറച്ച് ഹ്യൂമൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇട്ട് കഴിഞ്ഞാല് നൈസ് ആയിരിക്കും. അതെ, നമ്മുടെ ഒപ്പീനിയൻ മാനിച്ച് അടുത്ത പ്രാവശ്യം ജെയിംസ് ക്യാമറോൺ അത് ചെയ്യും. ഒരു ചോദ്യമാണ്. ഞാനൊരു കാര്യം ഞാൻ വല്ല പറഞ്ഞ കൂടിപ്പോ. അപ്പോ എന്തായാലും സിനിമ അതിന്റെ ഡയറക്ടർ വരുന്നത് ജെയിംസ് ക്യാമറോൺ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസറും ജെയിംസ് ക്യാമറോൺ ആണ് അല്ലേ? സ്റ്റോറി ബൈ അതും ജെയിംസ് ക്യാമറോൺ മൂപ്പര് തന്നെ. സ്റ്റാറിങ്ങിൽ മാത്രം മൂപ്പരില്ല, കാരണം കുറച്ച് പ്രായമായിട്ട് മൂപ്പർക്ക്. സിനിമാറ്റോഗ്രാഫി എനിക്കൊന്ന് 1ഉം 2ഉം സിനിമാറ്റോഗ്രാഫി സെയിം ആളായിരിക്കും. അതായിരുന്നു നമ്മുടെ അവതാർ 3യുടെ ട്രെയിലർ റിയാക്ഷൻ. ബഡ്ജറ്റ് വൈസ് കൂടുതലാണ്, അതിനനുസരിച്ച് $250 million അതിനനുസരിച്ച് അവർക്ക് കളക്ഷൻ കിട്ടും. അവർ മുടക്കുന്ന കാശിന്റെ ഇരട്ടി അവർ ഉണ്ടാക്കുന്നുണ്ട്. അത് വേറെ ഇത്. ആ ഇൻഡസ്ട്രി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഒന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എനിവേസ് മൂവി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാണും. അപ്പൊ നമുക്ക് എനിക്കൊന്ന് ഇനിയും സെക്കൻഡ് ട്രെയിലർ, തേർഡ് ട്രെയിലർ ഒക്കെ ഇറങ്ങും വിത്തിൻ ഒരു ഇറങ്ങും. പിന്നെ അവതാറിലൊക്കെ ചെറിയ ചെറിയ സോങ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അതൊക്കെ ചെറിയ BGMs പോലെ. ഇതിന് മുമ്പത്തെ വേ ഓഫ് വാട്ടറിനകത്തുണ്ട് ചെറിയൊരു BGM പോലെ, കണ്ടില്ലായിരുന്നു? മറ്റേ മറ്റുള്ള ഇതിന്റെ താഴെയൊക്കെ പോയിരുന്നിട്ട് എല്ലാവരും വട്ടം കൂടി ഇരുന്നിട്ട് പാട്ടൊക്കെ പാടുന്ന ഇറങ്ങിയില്ലായിരുന്നു? ഓർമ്മയുണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊന്നും ഞാൻ പറയാറില്ല, പക്ഷെ ഇനിയും ഞാൻ പറയും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സംരംഭമാണ്. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ആയി. ഓക്കെ, 120. ഇപ്പൊ നമുക്ക് 120 സബ്സ്ക്രൈബേഴ്സ് ആയി. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, നമ്മളെ വളർത്തുക. ഓക്കെ, നമ്മൾ വേറെ കുറെ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം അതിന്റെ വഴിയെ നടക്കും. അപ്പോ സപ്പോർട്ട് ചെയ്യുക. കാണാം എന്തായാലും. ഓക്കെ, ടേക്ക് കെയർ, ലവ് യു ആൾ.